ഹായ് ഡിയേഴ്സ്, നമ്മുടെ ചാനലായ വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ ലീവിലാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു, ജന്മമാസം ആകുമ്പോഴത്തേക്കും നമുക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ. അപ്പം അതാണ് പറയുന്നത്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് കേട്ടോ ഞാൻ ശരിക്കും വീണതിന് ശേഷം ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം നമ്മൾ ഇവിടെ എൻ്റെ ഹോസ്പിറ്റലൊക്കെ പോയി എക്സ്റേ ഒക്കെ എടുത്ത്, എക്സ്റേക്കകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കാലിൻ്റെ സൈഡിൽ വേദനയാണ്. നമുക്ക് ഇങ്ങനെ മടക്കാനും നീർക്കാനും ഒന്നും പറ്റുന്നില്ല. അങ്ങനെയായിട്ട് കുറേ പെയിൻ കില്ലർ എല്ലാം കഴിച്ചു എന്നല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു 5 ദിവസം പെയിൻ കില്ലർ കഴിച്ചിട്ട് വരണം, വന്നിട്ട് മാറ്റമില്ലെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് പിന്നെയും പോകാനുള്ള മടി. കാരണം കൂടുതലും ചെന്ന് കഴിഞ്ഞാൽ പിന്നെയും പെയിൻ കില്ലറൊക്കെ തരത്തുള്ളൂ, അല്ലാതെ വേറെ മരുന്നൊന്നും ഇതിനില്ല. കാരണം എനിക്കറിയാം ആ സൈഡിൽ എന്താ പറയുക ചതവാ സംഭവിച്ചേക്കുന്നത്. നമുക്കത് മനസ്സിലാക്കാം അത് തന്നെയാണെന്ന്. അപ്പം ഞാൻ ഇന്നലെ മുതലാണ് ഞാൻ ഈ ഒരു ടിപ്പ് ഇങ്ങനെ ഒറ്റമൂലി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു സംഭവം ചെയ്ത് നോക്കിയത്. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റീവായി കേട്ടോ. ഇപ്പം ഇന്ന് രാവിലെ ആയപ്പോൾ തന്നെ ഇന്നലെ 3 പ്രാവശ്യം വെച്ചു, ഇന്ന് 1 പ്രാവശ്യം. അപ്പോഴത്തേനും തന്നെ നല്ല മാറ്റമായി. എൻ്റെ കാലിന് കുറേ എന്താ പറയുന്നത്, ആ ഒരു മടക്കാനുള്ളതും നീർക്കാനുള്ളതുമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മാറിക്കിട്ടിയേ. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ടിപ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ വീഡിയോയിലൂടെ. അപ്പം ഞാൻ അത് പറയാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇൻട്രോ എടുത്തത് കേട്ടോ. പിന്നെന്താ പറയുന്നത്, വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ എത്ര സൂക്ഷിച്ച് ഓടിച്ചാലും ചിലപ്പോൾ അപകടം സംഭവിക്കാം. എൻ്റെ ഇത്രയും വർഷം ഞാൻ ഓടിച്ചിട്ട് എനിക്ക് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനൊരു അപകടം വന്നത്. കാരണം അത് എൻ്റെ ഭാഗത്ത് തെറ്റോ ഒന്നുമല്ല. അത് ശരിക്കും ഞാൻ എന്താ പറയുന്നത്, ദൈവം നിശ്ചയിച്ച് നമ്മളെ വീഴിക്കാന്ന് പറയത്തില്ലേ, വലിയ അപകടങ്ങളൊന്നുമില്ലാതെ ചെറിയൊരു വീഴ്ച അത്രേ സംഭവിച്ചുള്ളത്. എന്താ പറയുക, ദൈവാധീനം എന്ന് പറയണം, എല്ലാവരും അതാണ് പറയുന്നത്. കാരണം ഒരു പക്ഷേ എൻ്റെ കാലിലോട്ട് ആ വണ്ടി മറിഞ്ഞെങ്കിൽ കാലൊടിഞ്ഞൊക്കെ ഇരിക്കേണ്ടവന്നല്ല. ഇതിപ്പം വണ്ടി ഒരു വശത്തോട്ടും മറിഞ്ഞ്, ഞാൻ ഇപ്പുറത്തെ വശത്തോട്ടും മറിഞ്ഞ്, അങ്ങനെ ആയതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഈ ആഴ്ചത്തെ വിശേഷം എന്ന് പറയുന്നത് ഈ കാലിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ ഉള്ള ഒരു ഒറ്റമൂലി ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വയ്യാത്ത കാലുമായിട്ട് ഞൊണ്ടി ഞാൻ പതുക്കെ പറമ്പിലേക്ക് ഇറങ്ങി കേട്ടോ. പറമ്പിലേക്ക് ഇറങ്ങിയതാ, ഇത് നമ്മുടെ കാന്താരിയാണ് ഈ നിൽക്കുന്നത് മൊത്തം. അപ്പോൾ നിങ്ങൾ ഓർക്കും കാന്താരിയും കൂടെ പറിക്കാനായിരിക്കുന്നത്, ഒരിക്കലും അല്ല കേട്ടോ. കാന്താരിയുടെ ഇലയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഇല പറിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അപ്പം ഇലയെല്ലാം ഞുള്ളി എടുക്കുവാണ്. ഒരു പിടി ഇല മതി കേട്ടോ. അരച്ചെടുക്കാം, നമുക്ക് നോക്കാം. എൻ്റെ കണ്ണൊക്കെ ചുവഞ്ഞ് ഇരിക്കുവാണ്, എന്താണെന്നറിയത്തില്ല. ഇലയെല്ലാം എടുത്ത് നേരെ കയറിയത് അരകല്ലിൻ്റെ അടുത്തേക്ക്. അരകല്ലിന് ഉപയോഗം വരുന്ന സമയങ്ങളാണ് ഇതൊക്കെ കേട്ടോ. മൈലാഞ്ചി അരയ്ക്കാനും പച്ചമഞ്ഞൾ അരയ്ക്കാനും ഇതുപോലുള്ള മരുന്നുകൾ അരയ്ക്കാനും മാത്രം ഉപയോഗിക്കുന്നൊരു സംഭവമാണ് അരകല്ല്. അപ്പം അരകല്ലിലേക്ക് നമ്മൾ അത്ര കയ്യിലെടുത്ത് വെച്ചിരുന്ന ഒരു പിടി അതെടുത്ത് കഴുകിയതിന് ശേഷം എടുത്ത് വെച്ചു. പിന്നെ നമുക്കതിൻ്റെ കൂടെ വേണ്ടത് ഒരു പിടി ഉപ്പും ഒരു പിടി കടുവ കേട്ടോ. അപ്പം അതെല്ലാം കറക്റ്റ് അളവ്, ഞാൻ ഓരോ സ്പൂൺ വെച്ച് എടുത്തേക്കുന്നത്. ഒരു പിടി കാന്താരിയുടെ ഇലയും ഒരു പിടി ഉപ്പും, കല്ലുപ്പ് വേണം കേട്ടോ, മറ്റേ ഉപ്പ് പറ്റത്തില്ല, കല്ലുപ്പാണ് വേണ്ടത്. പിന്നെ കടുകും, അതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് അരച്ച് മിക്സാക്കുക. ഒട്ടും വെള്ളം ഉപയോഗിക്കാതെ വേണം അരച്ചെടുക്കാൻ കേട്ടോ. മിക്സിയിൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ കല്ലിലിട്ടോ അല്ലെങ്കിൽ ഇടികല്ലിനകത്തിട്ട് ഇടിച്ചോ അങ്ങനെ എടുക്കും. അങ്ങനെ നമ്മൾ ഒരുമാതിരി അതായത് പാൽവെണ്ണ പോലെയൊന്നും അരയ്ക്കണ്ട, ചെറുതായിട്ടിങ്ങനെ അരഞ്ഞ് കിട്ടത്തില്ലേ, അതുപോലെ മതി. അങ്ങനെ ഭയങ്കര നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഭവ്യ എന്തൊക്കെയോ കമൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഭവ്യയുടെ പേര് കാന്താരിയുടെ ഇലയല്ലേ, അപ്പം നീറില്ലേ എന്നൊക്കെയാണ്. അപ്പോഴത്തേക്ക് ഞാനത് പറയുന്നുണ്ട്, നമ്മൾ കാന്താരിയുടെ ഇല മുറിവിലൊന്നും പുരട്ടാൻ പറ്റത്തില്ല, മുറിവിൽ പുരട്ടിയാൽ നീറും. പക്ഷേ ഇത് നമുക്ക് മുറിവല്ലല്ലോ, ചതവല്ലേ. അപ്പോൾ ആ ചതവിൻ്റെ ആ ഒരു ഇത് മാറണമെങ്കിൽ നമ്മൾ ഇത് അരച്ച് പുരട്ടിയാൽ മാറും എന്നുള്ളൊരു ടിപ്പ് ഒരു പൊടിക്കൈ കേട്ടോണ്ട് നമ്മൾ ചെയ്യാൻ ഒരുങ്ങിയതാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ദാണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചത് മുഴുവൻ കോഴി എടുത്തത് നമ്മുടെ കല്ലുമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ മുട്ടിൻ്റെ ആ സൈഡാണ് എനിക്ക് വേദന കേട്ടോ. അപ്പം ഈ ഒരു മുട്ടിനേതായാലും ഭാഗ്യത്തിനൊന്നും പറ്റാഞ്ഞത് ഭാഗ്യമായിപ്പോയി.
എളുപ്പമാണ്. അപ്പം നമ്മുടെ മുറിവിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുവാണേ. അപ്പം ആ ഒരു വശം മുഴുവൻ ചതഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ല വേദനയാണ്. അപ്പം വെച്ച് അവിടോട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വേദനയുണ്ട്. അപ്പം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നന്നായിട്ട് എന്താ പറയുക അടച്ച് കെട്ടി വെക്കുക. കെട്ടി വെച്ചിട്ട് ഒത്തിരി ടൈറ്റാക്കാതെ കെട്ടി വെക്കുക. അങ്ങനെ ഞാൻ ഇന്നലെ എനിക്കതിന്ന് ഒരു 3 പ്രാവശ്യം തന്നെ കെട്ടി വെച്ചു കേട്ടോ. കെട്ടി വെച്ച് മരുന്ന് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ ആയപ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുന്നത്, എനിക്ക് എന്തായാലും ആ ഒരു മരുന്ന് അത് ഏറ്റു കേട്ടോ. അപ്പം ഇത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുവാണെങ്കിൽ ആവട്ടെ എന്നോർത്ത് ഞാനിതൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന് ഓർത്തത്. പിന്നെ ഇത് മുട്ടിലായതുകൊണ്ട് എനിക്ക് കാണിക്കാൻ ഒരു മടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് നമ്മുടെ ഒരു അസുഖം അല്ലേ, ആ ഒരു അസുഖത്തിന് ഒരു പ്രതിവിധി കാണിക്കുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് തന്നെ കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പം വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാമായിരുന്നു. പക്ഷെ അതല്ലല്ലോ, നമ്മുടെ വേദനയുള്ള സ്ഥലത്ത് തന്നെ നമ്മളത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നതല്ലേ അതിൻ്റേതായിട്ടുള്ള രീതി. അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇതൊരു ഫലപ്രദമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനൊരു ചതവോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊടിക്കൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത് കേട്ടോ. നമ്മുടെ പൂച്ചയ്ക്ക് അറിയാം കേട്ടോ, എന്തൊക്കെയോ വേദനയോ വയ്യാഴികയോ ഒക്കെയാണെന്ന്. അതുങ്ങളിങ്ങനെ എപ്പോഴും കീഴേ വന്നിരുന്ന് നക്കലും തുടക്കലും തന്നെയാണ് പാവങ്ങൾ. എങ്ങനെ 8 മിനിറ്റ് ആക്കും. കാല് വേദനയാണ് ഗൈസ്. കാല് കുറച്ച് കഥയൊക്കെ പറയുക. അങ്ങനെ നമ്മുടെ മുറിവൊക്കെ കെട്ടി വെച്ച് നമ്മൾ പിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിച്ച് നടന്ന് വിളക്ക് എത്തിക്കാൻ പോവുക കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പൊടിക്കൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വ്ളോഗിൽ നമുക്ക് കാണാം. ബൈ.